Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി M.Com ഫസ്റ്റ് സെമസ്റ്ററിലെ നെക്സ്റ്റ് നടക്കാൻ പോകുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള പേപ്പറാണ് പ്രാക്ടിക്കൽ ടാക്സേഷൻ. നമ്മൾ ഈ ഒരു പേപ്പറിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് സിയിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ ഇതൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരാണെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് ബിയിലുള്ള 5 മാർക്സിന്റെ ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി M.Com എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. എല്ലാ സബ്ജക്റ്റിൻ്റെയും അസൈൻമെൻറ്റ് സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. സബ്ജക്റ്റ് വൈസ് ക്ലാസ്സസ് ആക്സസ് ചെയ്യാനും സാധിക്കും. ഓക്കെ, സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ 5 മാർക്കിൻ്റെ 10 ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് വരുന്നത്. അതിൽ 6 എണ്ണം എഴുതിയാൽ മതി. അപ്പോൾ നിങ്ങളുടെ ഒരു പേപ്പറിൽ 2 ബ്ലോക്കാണ്, അതിൽ 4 യൂണിറ്റ് ടോട്ടൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യം എന്നാ പിടിച്ചോ, നിർബന്ധമായും പഠിക്കുക. difference between direct taxes and indirect taxes. Direct taxes and indirect taxes. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. നെക്സ്റ്റ്, tax levied by central government before the implementing GST. ഏതൊക്കെ ഐറ്റം എന്നുള്ളത് ഒന്ന് പറയാ. അതുപോലെ തന്നെ നീഡ് ഫോർ GST നോക്കുക. നീഡ് ഫോർ GST സെൻട്രൽ ഗവൺമെൻറ്. ഓക്കെ, അപ്പോൾ അതാണ് പ്രതീക്ഷിക്കുന്ന മറ്റൊരു ചോദ്യം. അതുപോലെ തന്നെ ആ ഒരു ചാപ്റ്ററിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന മറ്റൊരു ടോപ്പിക് ഉള്ളത് സപ്ലൈ അണ്ടർ GST. സപ്ലൈ, അതിൻ്റെ കൺസെപ്റ്റ് കേട്ടോ, കൺസെപ്റ്റ് ഓഫ് സപ്ലൈയുടെ കൺസെപ്റ്റ്. അതുപോലെ തന്നെ അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈയോ ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ, അങ്ങനെ പലതരത്തിലുള്ള സപ്ലൈ ഉണ്ട്. അതിനെ പറ്റിയിട്ട് പഠിച്ചു നോക്കിയേ, ഇൻട്രാ, ഇൻ്റർ. പിന്നെ നമുക്ക് സീറോ റേറ്റ് സപ്ലൈ, മിക്സഡ് സപ്ലൈ, കോമ്പോസിറ്റ് സപ്ലൈ ഒക്കെ ഉണ്ട്. അത് ചിലപ്പോൾ 2 മാർക്കിൻ്റെയിലേക്ക് ആയിരിക്കും വരാം. അപ്പോൾ സപ്ലൈ എന്താണ്, ഈ പറയുന്ന ഡിഫറെൻറ്റ് ടൈപ്സ്, അതെന്തായാലും നോക്കി വയ്ക്കുക കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു ചോദ്യമാണ് കണ്ടൻസ് ഓഫ് tax invoices. Contents of tax invoices നോക്കി വയ്ക്കുക. അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ, GSTNൻ്റെ ഫങ്ഷൻസ് നോക്കി വയ്ക്കുക. അതുപോലെ തന്നെ GSTIN ഉണ്ട്. GSTIN അത് ചിലപ്പോൾ ഇനി 2 മാർക്കിൻ്റെയിലേക്ക് ആവാൻ വരാം. അതിൻ്റെ സ്ട്രക്ചർ ഒന്ന് നോക്കാം കേട്ടോ. സ്ട്രക്ചർ ചിലപ്പോൾ വരാം. കൂടുതൽ GSTN ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. പിന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ വരുന്നത് ഇലക്ട്രോണിക് ലെഡ്ജേഴ്സ് ഇല്ലേ, അതിനെ പറ്റിയിട്ടുള്ള ചോദ്യം നോക്കണം. ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻ ഇതാണ്, ടൈപ്സ് ഓഫ് ലെഡ്ജേഴ്സ് kept by GST ഡിപ്പാർട്ട്മെൻറ്റ്. അത് നോക്കി വയ്ക്കുക. അതുപോലെ തന്നെ ഇൻകം ടാക്സ് എന്താണ്, ITC, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിൻ്റെ സെറ്റ് ഓഫ് പ്രതീക്ഷിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിൻ്റെ ITC, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്താണ്, അതിൻ്റെ സെറ്റ് ഓഫ് റൂൾസ് ആണ്. എങ്ങനെയാണ് സെറ്റ് ഓഫ് ചെയ്യുക, സെറ്റ് ഓഫ് റൂൾസ് കേട്ടോ, പഠിച്ചു വയ്ക്കണം. ഓക്കെ,
ഇനി നമ്മൾ പ്രോബ്ലം ഒരെണ്ണം ഇതിൽ നിന്ന് ഇടാറുണ്ട്. അതായത് GSTയുടെ അതുപോലെ തന്നെ ഒരെണ്ണം കൂടി ഇതിൻ്റെ കൂടെ പറയാനുണ്ടായിരുന്നു കേട്ടോ, അതും കൂടി പറഞ്ഞിട്ട് പറയാം. ടൈപ്സ് ഓഫ് GST റീഫണ്ട് തിയറി തന്നെയാണ്. ടൈപ്സ് ഓഫ് GST റീഫണ്ട് അത് നോക്കി വയ്ക്കുക. പിന്നെ GSTനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് അതിലുള്ളത്, അത് നോക്കി വെച്ചോളൂ കേട്ടോ. ചിലപ്പോൾ അതും വേണമെങ്കിൽ വരാം. പ്രോബ്ലം 5 മാർക്കിൽ നമുക്ക് 10 ഒരു പ്രോബ്ലമാണ് സാധാരണ അവർ ഇടാറ്, അപ്പോൾ അത് നോക്കി വയ്ക്കുക. നെക്സ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ് GST റിട്ടേൺ എന്താണെന്ന് പഠിക്കുക. GST റിട്ടേണിൻ്റെ ബെനഫിറ്റ്സ് അതുപോലെ തന്നെ പേർപ്പസ്. ഓക്കെ, ഇതാണ് മറ്റൊരു ക്വസ്റ്റ്യൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് പിന്നെ GSTയുടെ ആ ഒരു പ്രോബ്ലം ഉള്ളതും നോക്കി വയ്ക്കുക. പിന്നെ നെക്സ്റ്റ് നമ്മൾ TCS ആണ്. TCS കൺസെപ്റ്റ് നോക്കണം, അതിൻ്റെ പ്രോബ്ലം ഉണ്ട്, അത് നോക്കണം TCSൻ്റെ. പിന്നെ ആപ്ലിക്കബിലിറ്റി ഓഫ് 206 അത് നോക്കാം കേട്ടോ. ആപ്ലിക്കബിലിറ്റി ഓഫ് 206C. അപ്പോൾ TCS നോക്കുക കൺസെപ്റ്റ്. TCSൻ്റെ പ്രോബ്ലം പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൻ്റെ ആപ്ലിക്കബിലിറ്റി ഓഫ് എന്താണ് 206 അത് തിയറി നോക്കുക. ഇനി TCS നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് കേട്ടോ. പിന്നെ TDS ചിലപ്പോൾ വരാം. TDSൻ്റെ ഒബ്ജക്റ്റീവ്സ് നോക്കി വയ്ക്കുക. പിന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ അതിൻ്റെ കൂടെ പറയാനുള്ളത് സ്കീം ഓഫ് ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് ഏതൊക്കെയാണ്, അതിൻ്റെ പ്രൊസീജിയേഴ്സാണ് ചോദിക്കുന്നത്. സ്കീം ഓഫ് ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് പ്രൊസീജിയേഴ്സാണ്. സ്കീം. അപ്പോൾ TDS എന്താണ്, TDSൻ്റെ ഒബ്ജക്റ്റീവ്സ്, പിന്നെ എൻ്റെ സ്കീം അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നതിൻ്റെ പ്രൊസീജിയേഴ്സാണ്. അത് നിർബന്ധമായി നോക്കി വയ്ക്കുക. പിന്നെ നെക്സ്റ്റ് എക്സ്പെക്ട് ചെയ്യുന്നൊരു ചോദ്യമാണ് ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, അതിലുള്ള ഇൻഫർമേഷൻ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് എന്നുള്ള ചോദ്യം ആനുവൽ ഇൻഫർമേഷൻ ഡീറ്റെയിൽസിൽ സ്റ്റേറ്റ്മെൻറ്റിൽ. ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യനാണ് ഇൻകം ടാക്സ് റിട്ടേൺസിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻകം ടാക്സ് റിട്ടേൺ ഉണ്ട്. അതിലിപ്പോൾ എന്താണ് വോളണ്ടറി റിട്ടേൺ, കമ്പൽസറി റിട്ടേൺ, ബിലേറ്റഡ് റിട്ടേൺ, ഡിഫക്റ്റീവ് റിട്ടേൺ, പലതരത്തിലുള്ള ഇൻകം ടാക്സ് റിട്ടേൺ നമുക്ക് അതിൻ്റെ കൺസെപ്റ്റുകൾ കാണാൻ സാധിക്കും. അപ്പോൾ അത് നിർബന്ധമായി നോക്കാം കേട്ടോ. ഇൻകം ടാക്സ് റിട്ടേണിൻ്റെ അത് ചോദിക്കാം. അതുപോലെ തന്നെ ആ ഒരു ചാപ്റ്ററിലുള്ളതാണ് മറ്റൊന്ന് കോൺസിക്വൻസസ് ഓഫ് ഡിലേ ഇൻ ഫയലിംഗ് ദ റിട്ടേൺ. മറ്റൊരു ക്വസ്റ്റ്യൻ കോൺസിക്വൻസസ് ഓഫ് ഡിലേ ഇൻ ഫയലിംഗ് ദ റിട്ടേൺ ഓഫ് ഇൻകം ഡിലേ എന്നുണ്ടെങ്കിൽ ഉണ്ടാകുന്ന കോൺസിക്വൻസസ്. അതുപോലെ തന്നെ ഇതിന് വേണ്ട റെലവൻറ്റ് ഒരെണ്ണം കൂടി നൽകുകയാണ് സജഷൻ. റെലവൻറ്റ് ഡോക്യുമെൻറ്റ്സ് ബിഫോർ e-filing പ്രോസസ്സിന് മുമ്പ് നമ്മുടെ കയ്യിൽ വേണ്ട റെലവൻറ്റ് ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ്. പിന്നെ അതിൽ മറ്റേ ഇൻട്രസ്റ്റിനെ റിലേറ്റ് ചെയ്തുള്ളൊരു പ്രോബ്ലം ഉണ്ട്. അത് ചിലപ്പോൾ SAK ആവാം, അല്ലെങ്കിൽ 5 മാർക്കിനാവാം വരാം. ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻട്രസ്റ്റ് പ്രോബ്ലം ഞാൻ അതും കൂടി മെൻഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ഞാൻ SAയുടെ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അതുകൊണ്ടാണ് അത് ഒന്നുകിൽ 5 മാർക്കാവാം അല്ലെങ്കിൽ SA ആവാം, അതിലാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ,
അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന 5 മാർക്സിൻ്റെ ചോദ്യങ്ങൾ. 10 ചോദ്യങ്ങളാണ് വരുന്നത്. അതിലേക്കുള്ള സജഷൻസാണ് നൽകിയിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന. അപ്പോൾ ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും തമ്മിലുള്ള ഡിഫറൻസ്, ടാക്സ് ലെവീഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ് ബിഫോർ ഇംപ്ലിമെൻറ്റിംഗ് GST, നീഡ് ഫോർ GST, സപ്ലൈയുടെ കൺസെപ്റ്റ്, ഡിഫറെൻറ്റ് ടൈപ്സ്, ഇൻട്രാ സ്റ്റേറ്റ്, ഇൻ്റർ സ്റ്റേറ്റ്, പിന്നെ കണ്ടൻസ് ഓഫ് ടാക്സ് ഇൻവോയ്സസ്, GSTN എന്താണ് അതിൻ്റെ ഫങ്ഷൻസ്, GSTIN അതിൻ്റെ സ്ട്രക്ചർ, ടൈപ്സ് ഓഫ് ലെഡ്ജസ് കെപ്റ്റ് ബൈ GST ഡിപ്പാർട്ട്മെൻറ്റ്, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്താണ്, സെറ്റ് ഓഫ് റൂൾസ് അതിൻ്റെ, ടൈപ്സ് ഓഫ് GST റീഫണ്ട്, അതിൻ്റെ പ്രോബ്ലം ഉണ്ട് നോക്കണം GSTനെ റിലേറ്റ് ചെയ്തിട്ടുള്ളത്, പിന്നെ GST റിട്ടേൺ ബെനഫിറ്റ്സ്, അതിൻ്റെ പർപ്പസ്, അതുപോലെ തന്നെ TCS എന്താണ് അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലം നോക്കുക, പിന്നെ ആപ്ലിക്കബിലിറ്റി ഓഫ് 206C, TDS എന്താണ് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, സ്കീം ഓഫ് TDS ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്, ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് അതിൻ്റെ പ്രൊസീജിയേഴ്സാണ് ഉദ്ദേശിക്കുന്നത്, ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, പിന്നെ അതിന് ഇൻഫർമേഷൻ ഡീറ്റെയിൽസ് ചോദിക്കും, ടൈപ്സ് ഓഫ് ഇൻകം ടാക്സ് റിട്ടേൺ, ഞാൻ പറഞ്ഞു പലതരത്തിലുള്ള ഇൻകം ടാക്സ് റിട്ടേണിൻ്റെ ഡീറ്റെയിൽസ്, പിന്നെ കോൺസിക്വൻസസ് ഓഫ് ഡിലേ ഇൻ ഫയലിംഗ് ദ റിട്ടേൺ ഓഫ് ഇൻകം, പിന്നെ റെലവൻറ്റ് ഡോക്യുമെൻറ്റ്സ് ബിഫോർ ഇ ഫയലിംഗ്, ഇൻട്രസ്റ്റിനെ റിലേറ്റ് ചെയ്തുള്ള പ്രോബ്ലം നോക്കാം. അത് ചിലപ്പോൾ 5 മാർക്കാവും അല്ലെങ്കിൽ SC ആയിരിക്കാം വരാം. സോ ഇതൊക്കെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്. ആദ്യം പ്രതീക്ഷിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ ഇതാണ്, ദെൻ നെക്സ്റ്റ് വരുന്നത് ഇതാണ്, ദെൻ ഫൈനലി ഇത്. സോ നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് എയിലുള്ള 2 മാർക്സിൻ്റെ ചോദ്യങ്ങളുടെ ഡിസ്കഷനുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.